അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. രവിക്കിപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം തൻ്റെ പ്രശ്നം അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ, അമ്മ. അമ്മ എല്ലാ അർത്ഥത്തിലും തനിക്ക് ഏത് സമയവും സപ്പോർട്ട് തന്നെയായിരിക്കും. അവന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് അവന് ഓഫീസിലേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇന്ന് ലീവ് എടുത്താലോ എന്ന് പോലും അവൻ ആലോചിച്ചു. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു തളർച്ച തന്നെ ബാധിച്ചിരിക്കുന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ലവളുടെ കോള് വല്ലതും വരും. വീട്ടിലാണെങ്കിലും അത് തന്നെ. എന്തായാലും അവൾ വിളിക്കും, ഉറപ്പാണ്. എങ്ങനെയൊക്കെയോ മനസ്സോടെ അവൻ എഴുന്നേറ്റു, ഫ്രഷായി. കഴിക്കാൻ വന്നിരുന്നപ്പോൾ അവന് കഴിക്കാൻ തോന്നുന്നില്ല. അമ്മയും സൗമ്യയും ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് അവൻ ഒരു ഇഡലി കഴിച്ചത്. അതും വല്ലായ്മയോടെയാണ് കഴിച്ചത്. മുഖഭാവവും സൗമ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി രവിയേട്ടാ? എന്തോ ഒരു വല്ലായ്മ പോലെ. എങ്കിൽ പിന്നെ ലീവ് എടുക്ക്, വയ്യാതെ പോകണ്ട. ലീവ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. വേണ്ടടി, പോകാൻ കുറേ വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. നിങ്ങൾക്ക് വയ്യാതെ നിങ്ങൾ പോകണ്ട, പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കാം. വയ്യാതെ ഈ അസുഖം വെച്ചിട്ട് പോയാലും കൂടത്തേ ഉള്ളൂ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. കൊച്ചുങ്ങൾ പോയതിന് ശേഷം നമുക്ക് ആശുപത്രി പോകാം. വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ഓഫീസിൽ പൊക്കോളാം. കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്തിട്ട് വയ്യാന്നുണ്ടെങ്കിൽ ഞാനിനി വരാം, പോരേ? അവൻ പറഞ്ഞു. താനിങ്ങനെ തളർന്നിരുന്നാൽ സൗമ്യയ്ക്കും കൂടി അത് പ്രശ്നമാകുമെന്ന് രവിക്ക് തോന്നി. അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം ഒരു ഇഡലി കഴിച്ച് അതിനുശേഷം ഫ്രഷായി കുട്ടികളോടൊപ്പം രവി ഇറങ്ങി. അവർക്ക് രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മയും സൗമ്യയും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ കാറെടുത്ത് പോകുന്നത് നോക്കി നിന്നു. അതിനുശേഷം പരസ്പരം രണ്ടുപേരും പറഞ്ഞു, അവനൊട്ടും വയ്യാന്ന് തോന്നുന്നു. പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. ഒരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞ് അവൻ കേൾക്കില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ അത് പറഞ്ഞ് അവർ അവരുടെ ജോലികളിലേക്ക് കടന്നു. രവി കുട്ടികളെ സ്കൂളിലാക്കിയതിന് ശേഷം ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്ന് ചെയറിൽ തളർന്നിരുന്നു. അവനൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കരയാൻ കണ്ണുനീര് പോലും വരുന്നില്ല. കഴിഞ്ഞുപോയ തൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. കുറച്ച് മാസങ്ങളായി തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് അവൻ ആലോചിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു താൻ ഈ പ്രശ്നങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ചത്? എന്ത് കിട്ടി? അങ്ങനെ പല ചോദ്യങ്ങൾ അവനോട് തന്നെ ചോദിച്ചു. ഇനിയിപ്പം ഊരിപ്പോകാനും വയ്യ, നിൽക്കാനും വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ ആലോചിച്ചിരിക്കവേ രമ്യയുടെ കോള് വന്നു. അവനിപ്പോൾ രമ്യയുടെ പേര് കാണുമ്പോഴേ പേടിയാണ്. കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ആദ്യമൊന്ന് ആലോചിച്ചെങ്കിലും രണ്ടും കൽപ്പിച്ചെടുത്തു. കാര്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം വെച്ച് നീ ഓഫീസിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം അതോടെ അവസാനിക്കും. അവൻ ടെൻഷനോടെയാണ് ഫോൺ എടുത്തത്. അവളോട് ഇനി ചാടിക്കയറി സംസാരിക്കുന്നത് നിർത്തി. കാര്യം ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അവൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവൾ അതും വെച്ചിട്ടായിരിക്കും അടുത്ത പ്രതികാരം തീർക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തതും അവൾ ചോദിച്ചു, ഓഫീസിലെത്തിയോ? ആ, എത്തി. എന്തു ചെയ്യുന്നു? ഞാനിവിടെ ഇരിക്കുന്നു. എന്താ സംസാരത്തിനൊരു വല്ലായ്മ പോലെ? ഒന്നുമില്ല, ഒരു വയ്യായിക. ആശുപത്രി പോയില്ലേ? ഇല്ല. പനിയാണോ? അറിയില്ല. അവൻ എങ്ങും തൊടാതെ മറുപടി പറഞ്ഞു. അവളുടെ ചോദ്യവും അതുപോലെ തന്നെയായിരുന്നു, വലിയ അടുപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനെ അവൾ കുറച്ചു നേരം സംസാരിച്ചു. പക്ഷേ തിരിച്ച് അവളോടൊന്നും അവൻ ചോദിച്ചില്ല. വൈകിട്ടൊന്ന് ഇതിലേക്കൂടെ വരാൻ പറ്റുമോ? എനിക്കൊന്ന് കാണാനാണ്. അവനൊന്നും മിണ്ടിയില്ല. എന്താ, വരാൻ പറ്റില്ലേ? അവൻ മൂളി. ഇപ്പോൾ അവൻ പേടിച്ചിട്ടാണ് എല്ലാം സമ്മതിക്കുന്നത്. എനിക്കൊന്ന് കാണാനാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് അവൾക്ക് പറയാനുള്ളതെന്നാണ് അവൻ ആലോചിച്ചത്. പറഞ്ഞിടത്തോളം മതിയായി. താൻ വന്ന് ചാടിയത് തന്നെ വലിയൊരു കുഴപ്പത്തിലേക്കാണല്ലോ എന്നാണ് അവൻ അപ്പോൾ ഓർത്തത്. എങ്കിൽ പിന്നെ ഞാൻ വെക്കട്ടെ, അവൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഫോൺ വെച്ചു. ഇനി വൈകുന്നേരം എന്ത് പറയാനാണ്? എത്ര സമയം അതിനു വേണ്ടിയിട്ട് ചിലവാകും? അങ്ങനെ പല ചിന്തകൾ അവനിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ബ്രോക്കർ വിളിക്കുന്നുണ്ടായിരുന്നു വീട് എഴുതുന്ന കാര്യം പറയാൻ. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് താൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൈസയും കൂടെ കൊടുത്താൽ വീട് അവളുടെ പേരിലേക്ക് എഴുതാം. അത് താൻ അവൾക്ക് കൊടുത്ത വാക്കാണ്, അതെന്തായാലും പാലിക്കണം. അവൾക്ക് കൊടുത്ത ഡിമാൻഡ്സ് എല്ലാം താൻ അംഗീകരിക്കാനോ പാലിക്കാനും തയ്യാറാണ്. ഒന്നിൻ്റെയും പേരിൽ അതിൽ നിന്ന് താൻ പിന്മാറില്ല. കാരണം ഞാനൊരു വാക്ക് കൊടുത്താൽ അത് വാക്ക് കൊടുത്തത് തന്നെയാണ്. ഞാനൊരു വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഒരാളും വിഷമിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ വാക്ക് തെറ്റിക്കുന്നത് തനിക്ക് ചേർന്നതല്ലെന്നും അവന് നന്നായിട്ടറിയാം. അങ്ങനെ ആ ബ്രോക്കറെ ഒന്ന് പോയി കാണണം. പല ചിന്തകളാണ്. എഴുത്ത് അടുക്കും തോറും അതിൻ്റെ ടെൻഷനും അവനുണ്ടായിരുന്നു. അങ്ങനെ ഓഫീസിലിരിക്കവേ അവന് വല്ലാത്ത തളർച്ച തോന്നി. സഹപ്രവർത്തകരൊക്കെ അവന് ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. എന്ത് നിനക്ക് വയ്യേ? ഹോസ്പിറ്റലിൽ പോവോ? കൂട്ടുകാർ പറഞ്ഞു. കുഴപ്പമില്ലടാ, ഒരു വയ്യായിക്ക. അതിനും വേണ്ടി ഇവിടെ വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ നിനക്കിന്ന് ലീവ് എടുത്തുകൂടായിരുന്നോ? ലീവ് എടുക്കാൻ വൈഫും പറഞ്ഞതാ. പക്ഷേ എനിക്കെന്തോ അതിന് വീട്ടിലിരുന്നാലെന്തോ ബോറടി തന്നെ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ. വയ്യാന്നെങ്കിൽ കുറച്ച് നേരത്തെ പോവും, ഓഫീസിലെ സഹപ്രവർത്തകർ പറഞ്ഞു. അതവന് കാര്യമായി. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാമല്ലോ. അങ്ങനെ വൈകുന്നേരം അവൻ ഇറങ്ങാൻ നേരത്ത് അവളെ വിളിച്ചു. ഞാൻ ഇറങ്ങുക. ഓ ശരി, എങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ ചോദിക്കാം. വയ്യ, ആശുപത്രിയിലും കൂടെ കയറണം. ഓക്കെ, എങ്കിൽ ഞാനും ഇറങ്ങാം. അങ്ങനെ അവൾ മാനേജറോട് പറഞ്ഞ് നേരത്തെ ഇറങ്ങി. അതിനുശേഷം അവൾ ഗേറ്റിന് വെളിയിൽ നിന്നും അവൻ്റെ കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി അവർ രണ്ടുപേരും
എങ്ങോട്ടെന്നില്ലാതെ പോവുകയായിരുന്നു. എവിടെ പോകണം അവൻ ചോദിച്ചു. എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കാം നമുക്ക് കുറച്ച് നേരം. അല്ലെങ്കിൽ നമ്മൾ മേടിച്ച വീട്ടിലേക്ക് പോവാം, അവൾ പറഞ്ഞു. അതൊരു നല്ല ഐഡിയ ആണെന്ന് അവനും തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വാങ്ങിച്ച വീട്ടിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.